അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മുടെ പഠനപദ്ധതിയിലെ കുഞ്ഞുമക്കളെ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ കഅബ ശരീഫിനെ കുറിച്ച് ഒരു പാട്ടിലൂടെയാണ്. പവിത്രമാം മക്കയിൽ പുഞ്ചിരി തൂകുന്ന പ്രപഞ്ചനാഥന്റെ വീട്, പ്രകാശമേറുന്ന വീട്, ലക്ഷ്യങ്ങളെത്തി ലക്ഷ്യങ്ങൾ നേടാൻ പ്രാർത്ഥന ചെയ്യുന്ന വീട്, പാരിരന്നടുവിലെ വീട്. ആദ്യത്തെ നബിയാകും ആദൻ നബിക്കെന്ന് മലക്കുകൾ തീർത്തൊരു വീട്, അതിശയമുള്ളൊരു വീട്. മുസൽമാന്റെ ഹൃദയങ്ങൾ ദിനമഞ്ചു നേരവും മുത്തങ്ങൾ ചാർത്തുന്ന വീട്, മനസ്സിലെ സ്വപ്നത്തിൻ വീട്. ദേശവും ഭാഷയും വർഗവും വർണ്ണവും ഒന്നിച്ചു ചേരുന്ന വീട്, ഹജറുൽ അസ്വദിൻ വീട്. പരിശുദ്ധമായ കഅബ ശരീഫ് നമ്മൾ 5 നേരവും നിസ്കാരത്തിന് തിരിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കഅബയിലേക്കാണ്. ഓരോ മനുഷ്യനും അവൻ്റെ ആരാധനയുടെ കേന്ദ്രമായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന എവിടെയാണ്? കഅബയിലേക്കാണ്. കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ച് നിസ്കാരവും അതേപോലെ പരിശുദ്ധമായ സൽക്കർമ്മങ്ങളൊക്കെ. പരിശുദ്ധ ഖുർആൻ ഓതാനിരിക്കുമ്പോൾ നമ്മൾ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞാണ് ഓതൽ സുന്നത്ത്. അതേപോലെ ഏത് നല്ല കാര്യങ്ങൾ ചെയ്യാനിരിക്കുമ്പോഴും കഅബയിലേക്ക് തിരിഞ്ഞിരിക്കും. പ്രത്യേകിച്ച് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ കഅബയിലേക്ക് തിരിഞ്ഞിരുന്ന് പഠിച്ചാൽ അവന് പെട്ടെന്ന് അത് ഹൃദയസ്ഥമാക്കാനുള്ള ഒരു തൗഫീഖ് കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന തഴവസ്താക്ക പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല മഹാന്റെ ദർജയെ അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അങ്ങനെ പണ്ഡിതന്മാരൊക്കെ നമുക്ക് കഅബ ശരീഫിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഭൂമി ലോകത്തെ ആദ്യത്തെ ഭവനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഭൂമിയിൽ ഒരു ഭവനം സ്ഥാപിച്ചു. അതാരായിട്ടാ? മലക്കുകൾ വഴിയായിട്ടാണ്. മലക്കുകളാണ് ആ ഭവനം നിർമ്മിച്ചത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പെയാണ് കഅബ ശരീഫ് നിർമ്മിച്ചത്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പം ആദ്യത്തെ ഭവനമാണ് കഅബ ശരീഫ്. അത് മലക്കുകളാണ് നിർമ്മിച്ചത്. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് തിരിഞ്ഞാലും പരിശുദ്ധ കഅബയിലേക്കായിരിക്കും അവർ ലക്ഷ്യം വെക്കേണ്ടത്. അതിനാണ് പവിത്രമാം മക്കയിൽ പുഞ്ചിരി തൂകുന്ന പ്രപഞ്ചനാഥന്റെ വീട്, പ്രകാശമേറുന്ന വീട്, ലക്ഷ്യങ്ങളെത്തി ലക്ഷ്യങ്ങൾ നേടാൻ പ്രാർത്ഥന ചെയ്യുന്ന വീട്, പാരിരന്നടുവിലെ വീട്. അതായത് ലോകത്തിന്റെ മധ്യത്തിലുള്ള ഭവനം ഏതാണ്? പരിശുദ്ധ കഅബ ശരീഫാണ്. ഭവനം നിർമ്മിച്ചയാളാണ്? ആദ്യത്തെ നബിയാകും ആദൻ നബിക്കെന്ന് മലക്കുകൾ തീർത്തൊരു വീട്, ആദ്യത്തെ നബിയാകും ആദൻ നബിക്കെന്ന് മലക്കുകൾ തീർത്തൊരു വീട്, അതിശയമുള്ളൊരു വീട്. മുസൽമാന്റെ ഹൃദയങ്ങൾ ദിനമഞ്ചു നേരവും മുത്തങ്ങൾ ചാർത്തുന്ന വീട്. 5 നേരം നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്താണ്? പരിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞാണ്. അതാണ് പറഞ്ഞത്, മുസൽമാന്റെ ഹൃദയങ്ങൾ ദിനമഞ്ചു നേരവും മുത്തങ്ങൾ ചാർത്തുന്ന വീട്, മനസ്സിലെ സ്വപ്നത്തിൻ വീട്. ദേശവും ഭാഷയും വർഗവും വർണ്ണവും ഒന്നിച്ചു ചേരുന്ന വീട്, മനസ്സിലെ സ്വപ്നത്തിൻ വീട്. അവിടെ വർഗവർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യര് ഒരുമിച്ച് കൂടുന്ന ഭവനമാണ് ഏത്? പരിശുദ്ധമായ കഅബ ശരീഫ്. അപ്പോൾ ആ കഅബ ശരീഫിനെ കുറിച്ചാണ് നമ്മളിന്ന് കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്.